dear students, this is Amala Maria, your ACCA mentor at Triple I. So, ഈ സെക്ഷനിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഏരിയ ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമ്മുടെ സ്കിൽ ലെവൽ പേപ്പറിലെ F9 എന്ന് പറഞ്ഞ പേപ്പറാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഈ സെക്ഷനിൽ ഈ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസ് നിർബന്ധമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് ടോപ്പിക്സ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഈ സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കണ്ടന്റ്സിന്റെ ഒരു ഓവർവ്യൂ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. സോ ഈ സെക്ഷനിൽ നമ്മൾ ഒരു ഇൻട്രഡക്ഷൻ FM-ന്റെ ഒരു ഇൻട്രഡക്ഷൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കീ സിലബസ് ഏരിയ എന്തൊക്കെയാണ്, ഈ സിലബസ് ഏരിയയിൽ എന്തൊക്കെ ടോപ്പിക്സ് ആണ് കവർ ആവുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു എക്സാം ഓവർവ്യൂ എന്താണെന്ന് നമ്മൾ ചെക്ക് ചെയ്യും. എക്സാം പാറ്റേൺ എങ്ങനെയാണ്, അതിൻ്റെ മാർക്കിംഗ് സ്കീംസ് എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യും. ദെൻ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് സ്റ്റുഡൻസിന് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ ഫൈനൽ പ്രിപ്പറേഷനിൽ കുറച്ച് ടിപ്സും ആൻഡ് ഈ ഒരു ജേർണിയിൽ നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ മൈൻഡിൽ കീപ്പ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഇൻട്രൊഡക്ഷൻ ഏരിയയിലേക്ക് പോവാം. ഇൻട്രൊഡക്ഷനിൽ നമ്മൾ മെയിനായിട്ട് FM-ൽ എന്താണ് പഠിക്കുന്നതെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. FM എന്ന് പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ മാനേജർക്ക് വേണ്ട സ്കിൽസും നോളജുമാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഒരു ഫിനാൻഷ്യൽ മാനേജർ എങ്ങനെ ഒരു ഇൻവെസ്റ്റിംഗ് ഡിസിഷൻ എടുക്കണം, എങ്ങനെ ഒരു ഫിനാൻസിങ് ഡിസിഷൻ എടുക്കണം, എങ്ങനെ ഒരു ഡിവിഡൻഡ് പോളിസി ഡിസിഷൻ എടുക്കണം, എങ്ങനെ റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യണം എന്നുള്ള ഡിസിഷൻസ് എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഫിനാൻസ് മാനേജർക്ക് ഉണ്ടാവേണ്ട സ്കിൽസും നോളജുമാണ് FM എന്ന് പറഞ്ഞ പേപ്പറിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യുന്നത്. സോ ഇത് MA എന്ന് പറഞ്ഞ പേപ്പറിൻ്റെ ബേസിക്സ് വെച്ചിട്ട് അതിൻ്റെ അഡ്വാൻസ്ഡ് ലെവലായിട്ട് വരുന്ന ഒരു പേപ്പറാണ് FM. MA-യുടെ എല്ലാ കാര്യങ്ങളും ഇല്ല, MA-യുടെ മെയിൻ ആയിട്ടുള്ള ഫിനാൻസിങ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് വെച്ചിട്ട് അതിൻ്റെ അഡ്വാൻസ് ലെവലായിട്ടാണ് FM എന്ന് പറഞ്ഞ പേപ്പർ വരുന്നത്. സോ FM-ന് നമുക്ക് വരുന്ന മെയിൻ ഏരിയാസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ കീ ഡിസിഷൻ ഏരിയാസ് ഉണ്ട്, ഡിസിഷൻ മേക്കിംഗ് ഏരിയാസ് ഉണ്ട്, റിസ്ക് മാനേജ്മെന്റിന്റെ ഏരിയ ഉണ്ട്, പിന്നെ എക്കണോമിക് എൻവയോൺമെന്റ് ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഒബ്ജക്റ്റീവ്, കോർപ്പറേറ്റ് ഒബ്ജക്റ്റീവ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡർ ഒബ്ജക്റ്റീവ് ഏരിയാസ് ആണ് നമുക്കുള്ളത്. സോ ഇത്രയും മൊത്തം ഏരിയാസിൽ കൂടെ നമ്മൾ മൊത്തം FM-ൽ പഠിക്കുന്ന ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്, ബിസിനസ് ഫിനാൻസ്, ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ, ബിസിനസ് വാലുവേഷൻ ആൻഡ് റിസ്ക് മാനേജ്മെന്റ് ഏരിയയിൽ നമ്മൾ പഠിക്കുന്നത് അപ്രോച്ചസ് ടു റിസ്ക് മാനേജ്മെന്റ്, ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക്, ഫോറിൻ എക്സ്ചേഞ്ച് ഹെഡ്ജിങ്, ഇൻട്രസ്റ്റ് റേറ്റ് ഹെഡ്ജിങ് ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് ആണ്. സോ നമ്മുടെ ഈ ഒരു FM-ന്റെ ടോപ്പിക്സിനെ അല്ലെങ്കിൽ സിലബസിനെ കുറച്ച് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ പാർട്ട് A തൊട്ട് പാർട്ട് H വരെയാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഈ ഒരു സിലബസ് ആണ് നമുക്ക് FM-ൽ പഠിക്കാനുള്ളത്. ഇത്രയും ഏരിയാസ് ആണ് നമ്മൾ FM-ൽ പഠിക്കുന്നത്. സോ എന്തൊക്കെയാണ് സിലബസ് നമുക്കൊന്ന് നോക്കാം. പാർട്ട് എയിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഫംഗ്ഷൻ ആണ് പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ പാർട്ട് ബിയിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എൻവയോൺമെന്റ് ആണ് പഠിക്കാനുള്ളത്. ഇത് രണ്ടും ഒരു തിയററ്റിക്കൽ ഏരിയ ആണ്. തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. ആൻഡ് പാർട്ട് സി പിന്നെ വരുമ്പോൾ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ആണ് പഠിക്കുന്നത്. എങ്ങനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ചെയ്യേണ്ടത്, അതിൽ ഓരോ എലമെന്റും എങ്ങനെ വേണം നമ്മൾ മാനേജ് ചെയ്യാൻ, എങ്ങനെയാണ് പ്രോഫിറ്റബിലിറ്റിയും ലിക്വിഡിറ്റിയും തമ്മിൽ ഒരു ടൈ ഓഫ് കൊണ്ടുവരേണ്ടെന്നുള്ള രീതിയിലാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ പാർട്ട് ഡിയിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസിൽ പഠിക്കാനുണ്ട്. അതിന് കുറേ മെത്തേഡ്സും ടെക്നിക്സും പഠിക്കാനുണ്ട്. ഒരു ഇൻവെസ്റ്റ്മെന്റ് ചൂസ് ചെയ്യണോ വേണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ എങ്ങനെ ഡിസിഷൻ എടുക്കും, അത് NPV മെത്തേഡായിരിക്കാം, IRR മെത്തേഡായിരിക്കാം, ലീസ് ഓർ ബൈ ഡിസിഷൻസ് ആയിരിക്കാം. അങ്ങനെയുള്ള ഡിസിഷൻസ് ആണ് നമ്മൾ പാർട്ട് ഡി ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസിൽ പഠിക്കുന്നത്. ദെൻ പാർട്ട് ഇയിൽ ബിസിനസ് ഫിനാൻസ്, എന്തൊക്കെ ബിസിനസ് ഫിനാൻസ് ആണ് നമ്മുടെ ഒരു കമ്പനിക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, അതിനെ എങ്ങനെ വാല്യൂ ചെയ്യണം, അത് വേണോ വേണ്ടോ എങ്ങനെ ഡിസൈഡ് ചെയ്യണം, അങ്ങനത്തെ ഒരു കുറച്ച് ഡീറ്റെയിൽസ് ആണ് നമുക്ക് പാർട്ട് ഇ ബിസിനസ് ഫിനാൻസിൽ പഠിക്കാനുള്ളത്. ദെൻ നമുക്ക് പഠിക്കാനുള്ളത് പാർട്ട് F ബിസിനസ് വാല്യുവേഷൻ ആണ്. ഒരു ബിസിനസ് എങ്ങനെ വാല്യൂ ചെയ്യണം, അതിന് കുറച്ച് ടെക്നിക്സ് ഉണ്ട്, കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു ഏരിയ ആണ് ബിസിനസ് വാല്യുവേഷൻ പാർട്ട് F. ദെൻ പാർട്ട് ജിയിൽ റിസ്ക് മാനേജ്മെന്റ് ആണ് പഠിക്കാനുള്ളത്. എന്തൊക്കെ റിസ്ക് ആണ് ഒരു കമ്പനിക്ക് ഉള്ളത്, അതിനെ എങ്ങനെ ഹെഡ്ജ് ചെയ്യാം, എങ്ങനെ അതിനെ മിറ്റിഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ് റിസ്ക് മാനേജ്മെന്റ് ഏരിയയിൽ നമ്മൾ പഠിക്കുന്നത്. ദെൻ പാർട്ട് Hൽ എംപ്ലോയബിലിറ്റി ആൻഡ് ടെക്നോളജിക്കൽ സ്കിൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ടോപ്പിക്കും കൂടിയാണ്. സോ ഇത്രയും ഏരിയാസ് കവർ ആയി കഴിയുവാണെങ്കിൽ FM-ന്റെ ടോപ്പിക്സ് നമ്മൾ അല്ലെങ്കിൽ FM-ന്റെ സിലബസ് നമ്മൾ കംപ്ലീറ്റ് ആവും. സോ ഇത്രയും ഏരിയസിലാണ് ക്വസ്റ്റ്യൻസ് വരിക. ഇത്രയും ഏരിയസ് ഒരു സ്ട്രക്ചേർഡ് മാനറിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് വൃത്തിക്ക് തന്നെ FM-ന്റെ ടോപ്പിക്സ് കവർ ആക്കി കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് ഇതിന്റെ എക്സാം ഓവർവ്യൂയിലേക്ക് നോക്കാം. എങ്ങനെയാണ് ഇതിന്റെ എക്സാം ഓവർവ്യൂ വരുന്നത്? FM-ന്റെ എക്സാം എന്ന് പറയുന്നത് 3 മണിക്കൂർ എക്സാം ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസ് ആണ്. സോ നമുക്കൊരു പ്രീ ഡിറ്റർമൈൻഡ് ഡേറ്റ് ഉണ്ടാവും. നമ്മൾ ആ ഡേറ്റ് ബുക്ക് ചെയ്ത് നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റഡി സെന്ററിൽ പോയിട്ട് എക്സാം സെന്ററിൽ പോയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുകയാണ് വേണ്ടത്. എല്ലാ ക്വസ്റ്റ്യൻസും കമ്പൽസറി ആയിരിക്കും. കമ്പ്യൂട്ടേഷണൽ ക്വസ്റ്റ്യൻസും ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും. പിന്നെ സം ക്വസ്റ്റ്യൻസ് വിൽ ബി സിനാരിയോ ബേസ്ഡ്, അല്ലെങ്കിൽ കേസ് സ്റ്റഡി തന്നിട്ട് അത് ബേസ് ചെയ്ത് ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ ഒരു 10 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ടാവും.
പിന്നെ നമുക്ക് ആവശ്യമുള്ള ഫോർമുല ഷീറ്റും പിന്നെ ആന്വിറ്റി ആൻഡ് ഡിസ്കൗണ്ട് ടേബിൾസ് എന്ത് ചെയ്യും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് അതിൻ്റെ എക്സാം പാറ്റേൺ എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കണം. എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് നമ്മുടെ എഫ്എമ്മിൻ്റെ എക്സാം 3 സെക്ഷൻസ് ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. സെക്ഷൻ എ, സെക്ഷൻ ബി ആൻഡ് സെക്ഷൻ സി. സെക്ഷൻ എയിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 15 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അതായത് ഒരു ക്വസ്റ്റ്യനും അതിന് 4 ഓപ്ഷൻസ് അല്ലെങ്കിൽ ഒരു ബോക്സിൽ ആൻസർ ഇൻപുട്ട് ചെയ്യേണ്ട രീതിയിലായിരിക്കും ഉണ്ടാവുക. അങ്ങനെ 15 ക്വസ്റ്റ്യൻ ആണ്. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വെച്ചിട്ടാണ് ഉള്ളത്. അങ്ങനെ മൊത്തം 30 മാർക്കിനായിരിക്കും സെക്ഷൻ എയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ദെൻ സെക്ഷൻ ബിയിലേക്ക് വരുമ്പോൾ അതും ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും. അതൊരു സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 3 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. 3 ക്വസ്റ്റ്യനും 3 സിനാരിയോസ് ആയിരിക്കും. ആ ഓരോ സിനാരിയോസിനും 5 സബ് ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ടാവും. ആ 5 സബ് ക്വസ്റ്റ്യനിൽ ഓരോ ക്വസ്റ്റ്യനും 2 മാർക്കായിരിക്കും. സോ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് 10 മാർക്കാണ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. അങ്ങനെ ഓരോ ക്വസ്റ്റ്യനിൽ നിന്നും 10 മാർക്ക് വെച്ച് 3 ക്വസ്റ്റ്യനിൽ നിന്ന് 30 മാർക്കായിരിക്കും നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുക. സോ സെക്ഷൻ എയിൽ നിന്ന് 30, സെക്ഷൻ ബിയിൽ നിന്ന് 30. ദെൻ സെക്ഷൻ സിയിലേക്ക് വരുമ്പം അവിടെ കൺസ്ട്രക്റ്റഡ് റെസ്പോൺസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമുക്കൊരു മെയിൻ സിനാരിയോ തരും. അതിൽ നിന്നൊരു 3, 4 അല്ലെങ്കിൽ 1, 2 ഒക്കെ സബ് ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കും നമുക്ക് വന്നിട്ടുണ്ടാവുക. സോ ആ പറഞ്ഞ രീതിയിൽ അതൊരു ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അതായത് കമ്പ്യൂട്ടേഷനിലും ഉണ്ടാവും, എന്നാൽ ഡിസ്ക്രിപ്റ്റീവും ഉണ്ടാവും. രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. 20 മാർക്കിനാണ് ഒരു ക്വസ്റ്റ്യൻ. അങ്ങനത്തെ 2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. സോ മൊത്തം 40 മാർക്കിനായിരിക്കും സെക്ഷൻ സിയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുക. സോ മൊത്തം സെക്ഷൻസ് എല്ലാം ആഡ് ചെയ്ത് നോക്കുമ്പോൾ മൊത്തം 100 മാർക്കിനായിരിക്കും നമ്മുടെ എഫ്എമ്മിൻ്റെ എക്സാം ഉണ്ടാവുക. സോ ഈ രീതിയിലാണ് എഫ്എമ്മിൻ്റെ എക്സാം പാറ്റേൺ വരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് എഫ്എമ്മിൻ്റെ സ്റ്റുഡൻസ്, എഫ്എം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസിന് അവൈലബിൾ ആയിട്ടുള്ളതെന്നാണ്. മെയിനായിട്ട് നമ്മുടെ ACCA പ്ലാറ്റ്ഫോം MyACCയിൽ നമുക്ക് കിട്ടുന്ന ഒരു മെറ്റീരിയലാണ് സ്റ്റഡി ഹബ്ബ്. ACCA സ്റ്റഡി ഹബ്ബിൽ നമുക്ക് നമ്മുടെ ഫുൾ സിലബസിൻ്റെ ഫുൾ ടോപ്പിക്സ് കവർ ആവുന്ന ഒരു ഏരിയ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് നമ്മുടെ സിലബസ് മൊത്തം പഠിക്കാനുള്ള കണ്ടന്റ് വൈസ് ചാപ്റ്റർ വൈസ് പഠിക്കാനുള്ള ഒരു സെക്ഷൻ നമ്മുടെ ACCA സ്റ്റഡി ഹബ്ബിലുണ്ട്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സിലബസ് ഒക്കെ ഓരോ ചാപ്റ്റർ വൈസ് പഠിച്ചിട്ട് ആ ഓരോ ചാപ്റ്ററിനെയും ബേസ് ചെയ്തിട്ടുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ക്വിസസും നമുക്ക് സ്റ്റഡി ഹബ്ബിൽ അവൈലബിൾ ആണ്. ഇപ്പം നമ്മൾ ഒരു ചാപ്റ്റർ സ്റ്റഡി ഹബ്ബിലെ സിലബസ് കവറേജിൽ പഠിച്ചു കഴിഞ്ഞാൽ അതേ ചാപ്റ്ററിനെ വെച്ചിട്ടുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും ക്വിസസും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ പഠിച്ച ചാപ്റ്ററിനെ കുറിച്ചിട്ട് നമുക്ക് ഒരു ഓവർവ്യൂ കിട്ടും. നമ്മൾ എത്രത്തോളം വൃത്തിക്കാണ് പഠിച്ചത്, എത്രത്തോളം നല്ല രീതിയിലാണ് പഠിച്ചത് എന്നുള്ള ഒരു ഓവർവ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ക്വിസസും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും ഫ്ലാഷ് കാർഡ്സും അവൈലബിൾ ആണ്. ദെൻ ടെക്നിക്കൽ ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. എ ലൈബ്രറി ഓഫ് ആർട്ടിക്കിൾസ് ആൻഡ് ബൈറ്റ് സൈസ്ഡ് വീഡിയോസ് ടു ഹെൽപ്പ് യു ഇംപ്രൂവ് യുവർ അണ്ടർസ്റ്റാൻഡിങ്. അതായത് ചെറിയ ചെറിയ വീഡിയോസും അതുപോലെ തന്നെ ചെറിയ ചെറിയ റിപ്പോർട്ട് പോലെ ഓരോ ഏരിയനെ അല്ലെങ്കിൽ ഓരോ കണ്ടന്റിനെ വെച്ചിട്ടുള്ള ഒരു ചെറിയ ചെറിയ റിപ്പോർട്ട് നമുക്ക് എന്ത് ചെയ്യും, ടെക്നിക്കൽ ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞ ഏരിയയിൽ കിട്ടും. പിന്നെ എക്സാമിനേഴ്സ് റിപ്പോർട്ട്. എക്സാമിനേഴ്സ് റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു എക്സാം ക്വസ്റ്റ്യൻസ് വെച്ചിട്ട്, പാസ്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കാം അല്ലെങ്കിൽ റിലേറ്റബിൾ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഒരു എക്സാമിനർ അതിനെ അസസ് ചെയ്ത് കാണിക്കും. സ്റ്റുഡൻസ് മോസ്റ്റ്ലി എന്തൊക്കെയാണ് കോമൺ മിസ്റ്റേക്സ് വരുത്തുന്നത്, എങ്ങനെയാണ് ആ മിസ്റ്റേക്ക് ഒന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ ഒരു ആൻസർ ഇൻപുട്ട് ചെയ്യാൻ പറ്റുക, എങ്ങനെയൊക്കെ ആൻസർ ഇൻപുട്ട് ചെയ്താലാണ് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിൽ എക്സാമിനേഴ്സ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് എക്സാം പേപ്പേഴ്സ് അല്ലെങ്കിൽ പാസ്റ്റ് എക്സാം ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് സ്റ്റുഡൻസ് എന്തൊക്കെ മിസ്റ്റേക്ക് ഒക്കെയാണ് വരുത്തുന്നതൊക്കെ കണ്ടിട്ട് അവരുടെ ഒരു ഓവറോൾ റിവ്യൂ വരുന്ന ഒരു സ്ഥലമാണ് എക്സാമിനേഴ്സ് റിപ്പോർട്ട്. സോ നമ്മളൊരു എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ് ഇതെല്ലാം വായിച്ചിട്ട് പോവുകയാണല്ലോ, എക്സാമിനേഴ്സിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ വായിച്ചിട്ട് പോവുകയാണല്ലോ നമുക്ക് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നിന്ന് നല്ല രീതിയിൽ ആൻസർ ഇൻപുട്ട് ചെയ്യാനും നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടും സാധിക്കും. ദെൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എക്സാം ടെക്നിക് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. അതായത് എങ്ങനെയൊക്കെയാണ് ഒരു എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യേണ്ടത്, ഏതൊക്കെ ടെക്നിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ എങ്ങനെയൊക്കെ മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എക്സാം ടെക്നിക്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും. ഏറ്റവും ലാസ്റ്റ് നമുക്ക് FM സ്പെസിമെൻ എക്സാംസ്, പ്രാക്ടീസ് എക്സാം, പാസ്റ്റ് എക്സാം. അത് നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞു. അതായത് നമ്മൾ സിലബസ് പഠിച്ച് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ആക്കി, ആ ഓരോ സിലബസിൽ നിന്നുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആക്കി, ക്വിസസ് കംപ്ലീറ്റ് ആക്കി. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ എക്സാം ആവുന്നതിന് മുമ്പ്, മെയിൻ എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതെല്ലാം വെച്ചിട്ട് ശരിക്കും ഒരു CBE എൻവയോൺമെൻറ്റിൽ ഒരു എക്സാം എഴുതി നോക്കണം അല്ലേ, എന്നാലേ നമുക്ക് ഒന്നുകൂടെ നമ്മൾ വൃത്തിക്ക് വിലയിരുത്താൻ വേണ്ടി പറ്റുള്ളൂ. സോ ഈ എക്സാമിന് മുന്നേ ഒരാഴ്ചയോ 2 ആഴ്ചയൊക്കെ മുമ്പേ നമുക്ക് നമ്മുടെ CBEയിൽ അവൈലബിൾ ആയിട്ടുള്ള CBE ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് പാസ്റ്റ് എക്സാം ക്വസ്റ്റ്യൻസ് ഉണ്ട്, സ്പെസിമെൻ എക്സാം ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ പ്രാക്ടീസ് എക്സാംസ് ഉണ്ട്. ഇതെല്ലാം കറക്റ്റ് ഒരു എക്സാം എൻവയോൺമെന്റിൽ തന്നെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന കൂട്ട് ഏരിയ ആണ്. നമുക്ക് മൊത്തം ഈ പറഞ്ഞ പോലെ A സെക്ഷൻ, B സെക്ഷൻ, C സെക്ഷൻ ആയിട്ട് തിരിച്ചിട്ടുണ്ടാവും. കറക്റ്റ് അതിൻ്റെ മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ആ ഒരു എക്സാം എൻവയോൺമെന്റിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ എക്സാം എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അങ്ങനെ അറ്റൻഡ് ചെയ്തിട്ട് നമ്മൾ തന്നെ അത് മാർക്ക് ഇടുകയാണെങ്കിൽ നമുക്ക് തന്നെ നമ്മളൊന്ന് വിലയിരുത്താൻ വേണ്ടി പറ്റും നമ്മൾ എത്രത്തോളം പ്രിപ്പയർഡ് ആണ്. മെയിൻ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം പ്രിപ്പയർഡ് ആണ്, എത്രത്തോളം നമ്മൾ ഇനിയും പ്രിപ്പയർ ആവാനുണ്ട് എന്നുള്ളത് ഈ ഒരു എക്സാംസ് അറ്റൻഡ് ചെയ്യുന്നതോടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സോ ഇത്രയും മെറ്റീരിയൽസ് ആണ് നമുക്ക് ACCA
നമ്മുടെ FM-ന്റെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അവൈലബിൾ ആക്കി തന്നിട്ടുള്ളത്. അപ്പം മെറ്റീരിയൽസ് ഇതൊക്കെയാണ് വരുന്നത്. ഇനി കുറച്ച് കാര്യങ്ങൾ നമ്മൾ മൈൻഡിൽ കീപ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ലാസ്റ്റായിട്ട് പറയാനുള്ളത്. മെയിനായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡീനെ ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുക, നമ്മളെ ഹെൽത്തി ആക്കി വെക്കുക. എക്സാംസ് ആണ്, സ്ട്രെസ് ഉണ്ടാവും, ഒത്തിരി പഠിക്കാനുണ്ടാവും, ഒക്കെ ഉണ്ടാവും, ടെൻസ്ഡ് ആയിരിക്കും, എല്ലാം ഉണ്ടായിരിക്കും. ബട്ട് നമ്മുടെ ബോഡി നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പം നമ്മൾ നല്ല രീതിയിൽ ഉറങ്ങുക, നല്ല രീതിയിൽ ഫുഡ് കഴിക്കുക, നല്ല രീതിയിൽ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക, സ്ട്രെസ് ഒന്നും ഇല്ലാണ്ട്, ആൻസൈറ്റി ഇല്ലാണ്ട്. നമുക്ക് കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ പറ്റുമെന്നല്ല, ബട്ട് കീപ്പ് യുവർ സെൽഫ് റിഫ്രഷിങ്. നിങ്ങളെ റിഫ്രഷിങ് ആയിട്ട് തന്നെ നിങ്ങൾ വെക്കുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഹെൽത്തി മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു ഒരു ഒരു പരിധി വരെ നമുക്ക് ആ ടെൻഷനും ആൻസൈറ്റിയും ഒക്കെ കുറയ്ക്കാൻ വേണ്ടി പറ്റും. പിന്നെ നല്ല രീതിയിൽ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുക, സമ്മറി നോട്ട്സ് ഉണ്ടാക്കുക, നല്ല രീതിയിൽ റിവിഷൻ ചെയ്യുക. പിന്നെ ആ ഒരു ട്രാക്കിൽ നിന്ന് മാറാണ്ടിരിക്കുക. നമ്മൾ ആ എക്സാമൊക്കെ ഇങ്ങനെ ക്ലാസ് കേൾക്കുക, നോട്ട് ഉണ്ടാക്കുക, റിവിഷൻ ചെയ്യുക, എക്സാംസ് അറ്റൻഡ് ചെയ്യുക, ആ ഒരു ഇതിൽ നിന്ന് ബാക്കൗട്ടായി പോയാൽ, ആ ഒരു രീതിയിൽ നിന്ന് നമ്മൾ ബാക്കൗട്ടായി പോയാൽ പിന്നീട് നമുക്കത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും. സോ നമ്മളൊരു ട്രാക്കിൽ കയറി കഴിഞ്ഞാൽ ആ ട്രാക്കിൽ നിന്ന് നമ്മൾ മാറാണ്ടിരിക്കുക. വൃത്തിക്ക് തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് പിന്നെ എക്സാമൊക്കെ എഴുതി പിന്നെ റിവൈസ് ചെയ്ത് ആ ഒരു ഓർഡർലി മാനറിൽ പോവുകയാണെങ്കിൽ അറ്റ് ലാസ്റ്റ് എക്സാമിൻ്റെ സമയമാകുമ്പോഴേക്കും വി വിൽ ഫീൽ ഇറ്റ് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ഈസി ആയിരിക്കും. എക്സാമിന് വലിയ ടെൻഷനൊന്നും തോന്നില്ല. നമ്മളൊരു നല്ല രീതിയിൽ പഠിക്കുന്ന ഒരാൾക്കാണെങ്കിൽ വലിയ ടെൻഷനൊന്നും തോന്നാൻ സാധ്യതയില്ല. സോ നമ്മളങ്ങനെ പഠിക്കണം എന്നുള്ളൊരു ട്രാക്കിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നമ്മൾ ബുക്ക് ചെയ്യുന്ന എക്സാമാണ്, നമ്മളാണ് ഇന്നൊരു ഡേറ്റ് സ്പെസിഫൈ ചെയ്തിട്ട് ബുക്ക് ചെയ്യുന്നത്. സോ അന്ന് ആ എക്സാം നടക്കും എന്നുള്ളത് നമുക്കറിയാം. സോ ആ ഒരു ഡേറ്റ് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിലൊരു ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി വൃത്തിക്ക് പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ ആർക്കാണെങ്കിലും FM-ൻ്റെ ഒക്കെ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. സോ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്യുക. ആൻഡ് FM-ന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.